ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. വിദ്യാകരണം പദ്ധതി ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. 7.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 5000 കോടി രൂപയുടെ സ്കൂൾ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. ആധുനിക കാലത്തിനനുസരിച്ച് ക്ലാസ് മുറികൾ മാറേണ്ടതുണ്ട്. പഴയതുപോലെ പൊതുവിദ്യാലയങ്ങളെ ജനങ്ങൾ അവഗണിക്കുന്ന സ്ഥിതി നിലവിലില്ലെന്നും മന്ത്രി പറഞ്ഞു. 2 നിലകളിലായി 6 ക്ലാസ് മുറികളും ഒരു ടോയ്ലറ്റും അടക്കമുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി 1 കോടി രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചെന്നും അതിന് ഭരണാനുമതി ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാറൂഖൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, നഗരസഭാ വൈസ് ചെയർമാൻ TS അജയ്കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സ്കൂളുകൾ പഴയതുപോലെ അല്ല പ്രവർത്തിക്കുന്നത്. സർക്കാർ സ്കൂളുകളുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ വേറെ ഒരു തരത്തിലും നമുക്ക് മറ്റ് സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ കുറേയേറെ സ്കൂളുകൾ നമുക്കറിയാം. ഒന്ന് ഗവൺമെന്റ് സ്കൂളുകളാണ്, മറ്റൊന്ന് എയ്ഡഡ് സ്കൂളുകൾ. ആ എയ്ഡഡ് സ്കൂളുകൾ തന്നെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതുകൊണ്ട് അല്ലാതെ മാന്യധർമ്മ വ്യക്തികൾ നടത്തുന്ന സ്കൂളുകളുണ്ട്. പിന്നെ ഉള്ളത് അൺഎയ്ഡഡ് സ്കൂളുകളാണ്. മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകൾക്ക് അവർക്ക് പലവിധ രീതിയിൽ അവർ സാമ്പത്തിക സമാഹരണം നടത്തി മറ്റ് പ്രവർത്തനം നടത്തുമ്പോൾ സർക്കാരിന് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നതിന് ഗവൺമെന്റിന്റെ ഫണ്ടുകളെ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ. അതിൽ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നു. ഞാനൊരു 7.5 കൊല്ലക്കാലത്തെ കണക്ക് നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 5000 കോടിയോളം രൂപ കേരളത്തിൽ ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അത് കിഫ്ബിയിൽ നിന്ന് നമ്മൾ കിഫ്ബി എന്ന തരത്തിൽ സംവിധാനം ഉണ്ടാക്കി കിഫ്ബിയിൽ നിന്ന് എടുക്കുകയാണ്. കിഫ്ബിയിൽ നിന്ന് നമ്മൾ പണമെടുത്ത് സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മാറിയപ്പോൾ കേന്ദ്രം പറയുന്നത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പിനുള്ള പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നാണ്. അതോടുകൂടി നമുക്ക് വലിയ വരുവാണ്. നമ്മൾ നോക്കിയത് ബജറ്റിനകത്തു നിന്ന്, സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് പണം അനുവദിച്ചിട്ട് വന്നാൽ ഒരിക്കലും നമുക്കത് നടത്തിക്കൊള്ളാൻ പറ്റില്ല. അത് ഇതിനു മുമ്പുള്ള കാലം നോക്കിയാൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കാലത്തെ കുറ്റപ്പെടുത്താനല്ല, അത്രയും നമുക്ക് ബജറ്റിൽ നീക്കി വെക്കാൻ നോക്കുമല്ലോ. ഇപ്പൊ കൃഷി വകുപ്പിൽ നീക്കി വെക്കുന്ന മൊത്തം 800-900 കോടി രൂപ മാത്രം.